നീറ്റ് അല്ലെങ്കിൽ ജെഇ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ കുട്ടികൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഓക്കെ എനിക്കിത് വേണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സയൻസ് എടുക്കുന്നു. അതായത് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല, നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടി, നമ്മൾ ക്വാളിഫൈ ചെയ്തു അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടി എന്ന് കാണുമ്പോൾ പാരന്റ്സ് എല്ലാവരും പറയും നീ എന്നാൽ ഒന്നുകൂടെ പഠിച്ചു നോക്ക് എന്ന് പറയും. റിപ്പീറ്റർ പോയി റിപ്പീറ്ററായി, റിപ്പീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോ സൂപ്പർ റിപ്പീറ്റേഴ്സ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ, അതായത് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഹായ്, വെൽക്കം ടു കോഡ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം, നീറ്റ് അല്ലെങ്കിൽ ജെഇ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇതില് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. +1 +2 നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിറ്റർമൈൻഡ് ആണെങ്കിൽ, അതായത് നീറ്റ് ജെഇ പോലുള്ള എക്സാംസ് എഴുതണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെന്നോ, ഞാൻ പറയുന്നത് ഈ നീറ്റ് ജെഇ മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. ഇപ്പം ഐസർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്, കുസാറ്റ് എക്സാം ഉണ്ട്, കീം എക്സാം ഉണ്ട്, ഇങ്ങനത്തെ പല എക്സാംസ് ഉണ്ട്. ഈ എക്സാംസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന റിപ്പീറ്റ് ചെയ്ത് നേടുന്നതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പം +1 +2 പഠിക്കുമ്പോൾ തന്നെ എഴുതിയെടുക്കുന്നതാണ്. അപ്പൊ ഈ +1 +2 പഠിക്കുമ്പോൾ എഴുതിയെടുക്കണമെങ്കിൽ ആ +1ഉം +2ഉം ടോപ്പിക്സ് പഠിക്കുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പഠിക്കണം. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ +1ന്റെയും +2ന്റെയും എക്സാം എന്താണോ, അതിലെ ക്വസ്റ്റ്യൻസ് എന്താണോ, അതൊക്കെ നേരത്തെ തന്നെ കുട്ടികളെ അറിയിച്ച് തലേ ദിവസം മാത്രം പഠിപ്പിച്ച് കുട്ടികളെ എക്സാംസ് എഴുതിച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ കുട്ടികൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഓക്കെ എനിക്കിത് വേണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സയൻസ് എടുക്കുന്നു, സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യുന്നില്ല. അതായത് ഒരു സെക്കൻഡ് തോട്ട് ഇല്ല, ഇത് വേണോ വേണ്ടെന്നുള്ള തോട്ടൊന്നുമില്ല, അവരത് ഫിക്സ് ചെയ്യാണ്, എന്നിട്ട് കംപ്ലീറ്റ്ലി പഠിക്കുകയാണ്. പഠിക്കുന്ന സമയം നന്നായിട്ട് പഠിക്കുകയാണ്. ഈ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊണ്ടുവന്ന കുട്ടികളുണ്ട്. ഇപ്പം സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു തോട്ട് വന്നു, അതായത് കുറച്ചു നേരം പഠിച്ചാൽ മതി നമുക്ക് പാസ്സാവാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാസ്സാവാം. സ്കൂളിലെ എക്സാം പാസ്സാവുന്നത് കൊണ്ട് പാരന്റ്സ് ഹാപ്പിയാണ്, പാരന്റ്സ് ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുട്ടികൾ സ്കൂളിലെ എക്സാം പാസ്സായി കഴിയുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് പങ്കെടുക്കുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിലും ഞാൻ എന്റെ സജഷൻ പറഞ്ഞതാണ്. ഇപ്പോ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എങ്ങനെയാണ്, ഇപ്പോ +2 നമ്മൾ നീറ്റ് എക്സാം എഴുതിയപ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു മാർക്ക് കിട്ടി, അതായത് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല, നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടി, നമ്മൾ ക്വാളിഫൈ ചെയ്തു അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടി എന്ന് കാണുമ്പോൾ പാരന്റ്സ് എല്ലാവരും പറയും നീ എന്നാൽ ഒന്നുകൂടെ പഠിച്ചു നോക്ക് എന്ന് പറയും. അപ്പൊ കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം വരും, അങ്ങനെ അവര് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഈ റിപ്പീറ്റർ ബാച്ച് എന്ന് പറയുന്ന ബാച്ച് വരുന്നത്. അതായത് ഒരു വർഷം വേറെ ഒരു കോഴ്സിനും പോവാതെ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള മൈൻഡോട് കൂടി പഠിക്കുന്ന ഒരു വർഷത്തെ കോഴ്സിന് വേണ്ടിയിട്ട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റർ പോയി റിപ്പീറ്ററായി, റിപ്പീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോ സൂപ്പർ റിപ്പീറ്റേഴ്സ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ, അതായത് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഈ പറയുന്ന 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് വരുന്നത്? +1ഉം +2ഉം പ്രോപ്പർലി പഠിക്കുന്നില്ല. +1ലും +2ലും തട്ടിക്കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും എക്സാം പാസ്സാവണം എന്നുള്ള മൈൻഡോട് കൂടി മാത്രം പഠിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിലെ പ്യുവർ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മെജോറിറ്റി ഓഫ് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരും റിപ്പീറ്റേഴ്സ് ആവാനാണ് സാധ്യത. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദ്യത്തെ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും +1ൽ എന്തൊക്കെ പഠിച്ചില്ലയോ അതൊക്കെ നന്നായിട്ട് പഠിച്ച് +1 സ്ട്രോങ് ആക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് +2 സ്ട്രോങ് ആക്കുക, എന്നിട്ട് ഇവർ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നേരെ പോയിട്ട് എക്സാം എഴുതുന്നു. അങ്ങനെയാണ് അവർ കയറുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വരുന്ന ഫിനാൻഷ്യൽ നഷ്ടം 1, പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന ടൈം നഷ്ടം 1. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന MBBS അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കോഴ്സസ് എന്ന് പറയുന്നത് 4 വർഷത്തിന് മുകളിൽ നിൽക്കുന്ന കോഴ്സുകളാണ്. അപ്പൊ ആ കോഴ്സുകൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി നിങ്ങൾ 4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തോളം നിങ്ങൾ ചെലവാക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ പറയുന്ന +1 നന്നായിട്ട് പഠിച്ചില്ല, +2 നന്നായിട്ട് പഠിച്ചില്ല, അതുകൊണ്ട് 1 വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു, 2 വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു, 3 വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു, 4 വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ വർഷങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എപ്പോഴും മനസ്സിലാക്കുക, വർഷങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്, അവിടെ പൈസക്കല്ല ഇമ്പോർട്ടൻസ്.
ഇപ്പൊ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കുട്ടി അത് മനസ്സിലാക്കി എടുക്കാൻ സമയമെടുത്തു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം. അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുന്നതാണ് നല്ലത് എന്ന് പ്ലാൻ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ് സെലക്ട് ചെയ്യും. ഈ ഓൺലൈൻ ക്ലാസ് എടുത്ത മെജോറിറ്റി ഓഫ് കുട്ടികളെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെയും കാണാനുള്ള അവസരമുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് കൊണ്ട് അതിനെന്ത് ചെയ്യും, പെൻഡിങ് വയ്ക്കും. അതായത് ഇന്ന് ക്ലാസ് കാണാൻ ഒരു മൂഡില്ല, അപ്പൊ ക്ലാസ് കാണാൻ മൂഡില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, അന്ന് അത് മാറ്റി വയ്ക്കും. അടുത്ത ദിവസം അത് കാണോ, ഇല്ല, അപ്പൊ അടുത്ത ദിവസത്തും പെൻഡിങ് ആവും. മൂന്നാമത്തെ ദിവസം കാണോ, ഇല്ല, അപ്പൊ ഒരു ശനി ഞായർ ദിവസം വരുമ്പോഴത്തേക്ക് ഇവർ ആലോചിക്കും, ഓക്കെ ഈ ആഴ്ചത്തെ കംപ്ലീറ്റ് ക്ലാസ്സസ് ഒന്ന് കാണാം. അപ്പൊ അത് ഭയങ്കര ബേർഡൻ ആവും. അവരെന്ത് ചെയ്യും, ഒരു 5 ക്ലാസ്സോ 6 ക്ലാസ്സോ കാണും, പക്ഷെ ആ ആഴ്ച കുറെ ക്ലാസ്സസ് നടന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സസിൽ ഡിഫക്റ്റ് വരാനുള്ള സാധ്യത. എന്നാൽ നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ റെഗുലർലി ക്ലാസ്സസിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് കഴിഞ്ഞു പോകും. അതാണ് ഒരു കാര്യം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത കാര്യമായിട്ട് നമുക്ക് കാണാം.